ഹലോ. ഇന്ന് വസ്ത്രത്തിന്റെ നാൾവഴികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ പറയുന്നത്. കുറച്ച് ലീവ് വന്നപ്പോൾ ലാസ്റ്റ് 2 days എനിക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് പുറത്തു പോകേണ്ടി വന്നു, അതുകൊണ്ടാണ് ചെറിയൊരു ഡിലേ വന്നത്. ഈ ഭാഗം നമുക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം. ചാപ്റ്ററിന്റെ പേര് വസ്ത്രത്തിന്റെ നാൾ വഴികളാണ്. ഇതേ വീഡിയോയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് സമയമെടുത്തിരുന്ന് കാണുക. ഇവിടെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പുതയ്ക്കുന്നുണ്ട്, തത്ത, ചെമ്മരിയാട്, അതേപോലെ തന്നെ ആമയുടെ തോട്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കാണുന്ന ചിത്രങ്ങൾ. ഇവിടെയൊക്കെ വസ്ത്രങ്ങളായിട്ട് പ്രധാനപ്പെട്ടാണ്. നോട്ടുകൾ നിങ്ങൾ ഓൾറെഡി എഴുതി എടുത്തിട്ടുണ്ട്, അപ്പൊ ഞാൻ കൂടുതൽ ഡിലേ ആക്കുന്നില്ല. ഇവിടെ നോക്കി, ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആടിന്റെ രോമാവരണം, അതേപോലെ തന്നെ തത്തയുടെ തൂവല്, ആമയുടെ പുറന്തോട്, ഇതെല്ലാം എന്താണ്, നമ്മളെ വസ്ത്രം പോലെ, മനുഷ്യനെ വസ്ത്രം പോലെ സംരക്ഷിച്ച് നിർത്തുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം. ഇവിടെ നോക്കി, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെയാ അല്ലെങ്കിൽ അതിജീവിച്ചിട്ടുണ്ടാവാം. ജീവിക്കുന്നുണ്ട്, അതിനെ എങ്ങനെയാണ് നമ്മൾ അതിജീവിച്ചത്? തണുപ്പുണ്ടാകുമ്പോൾ, ചൂടുണ്ടാകുമ്പോഴൊക്കെ നോക്കിയേ, മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തി വന്നു അല്ലെ. പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഒരു കാലത്ത് എന്ത് ചെയ്തത്, വസ്ത്രങ്ങൾ തന്നെ ഉണ്ടാക്കിയത്. അതിന് ഉദാഹരണമാണ് ഈ പറയുന്ന ആടിന്റെ തോല് പോലുള്ള ഉപകരണങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തത്, ഉപയോഗിച്ചത്. പ്രകൃതിയിലെ വസ്തുക്കൾ തുന്നിച്ചേർത്ത് വസ്ത്രം ഉണ്ടാക്കുന്ന ഒരു സംവിധാനവും ഏത് കാലഘട്ടത്തിലാണ്? വളരെ മുന്നേയുള്ള നമ്മൾ ആദിമ മനുഷ്യന്റെ കാലഘട്ടം പഠിച്ചപ്പോഴും ആ രീതിയിൽ തന്നെയാണുള്ളത്. അതിന്റെ നോട്ടുകൾ ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, എഴുതി ചേർക്കാം. അതേപോലെ തന്നെ സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തോലുകൾ, മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തോലുകളെല്ലാം എന്ത് ചെയ്തു, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ് നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ വസ്ത്രമായിട്ട് ഉപയോഗിച്ചത്. അല്ലാണ്ട് ഇന്നത്തെ പോലെ കടയിൽ പോയിട്ട് വാങ്ങിക്കാനൊന്നും പറ്റൂലല്ലോ. റെഡിമെയ്ഡ് ഷോപ്പിൽ പോയി ഷർട്ട് വാങ്ങിക്കുന്ന പോലെ വാങ്ങിക്കാൻ പറ്റുമോ? പണ്ട് ഇല്ല. അപ്പൊ ആ രീതിയിലാണ് വസ്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്തത്, സഹായിച്ചിട്ടുള്ളത്. ഇത് ഏതെല്ലാം തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇന്ന് മനുഷ്യർ ഏതെല്ലാം തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്? പല രീതിയിലുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്തുന്നു നിങ്ങൾക്കറിയാം. വസ്ത്രം വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് അല്ലെ. തണുപ്പിൽ നിന്ന് സംരക്ഷണം കിട്ടും, ചൂടിൽ നിന്ന് സംരക്ഷണം കിട്ടും, ശരീരത്തിലെ ചൂട് നിലനിർത്തും. പ്രാണികൾ, കൊതുകെല്ലാം കുത്താൻ വരുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെന്താ, രോഗപ്രതിരോധ ശേഷി ഉണ്ടാവൂലേ. നമുക്ക് വസ്ത്രങ്ങളിൽ നിന്ന് പല രോഗങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതിരോധിക്കാൻ പറ്റും. നമുക്ക് വൃത്തി കൊണ്ടുവരാനെല്ലാം ആര് സഹായിക്കും? വസ്ത്രം സഹായിക്കും. നമ്മൾ വൃത്തിയായിട്ട് നടക്കണം എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നല്ല വസ്ത്രം ധരിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ആ വൃത്തി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വസ്ത്രം എങ്ങനെ സഹായിക്കുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പോയിന്റുകളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് എഴുതാൻ പറ്റും. പിന്നെയോ, ഈ ചിത്രങ്ങൾ നിങ്ങൾ നോക്കിയാട്ടെ, എന്താ ഉപയോഗിച്ചിരിക്കണേ? മരങ്ങളുടെ പുറന്തോല് നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഉപയോഗിച്ച് കാണാൻ പറ്റും അല്ലെ. മരങ്ങളുടെ പുറന്തോല് ഉപയോഗിച്ച് കാണാൻ പറ്റും. അതേപോലെ നമ്മുടെ മരങ്ങളിൽ നിന്ന് തന്നെയുള്ള ചപ്പുകൾ നമുക്ക് ഇവിടെ ഉപയോഗിച്ച് കാണാൻ പറ്റും. മൃഗങ്ങളുടെ തോലുകളൊക്കെ ഇങ്ങനെ ശരീരത്തിൽ പുതച്ചിട്ട്, പണ്ടത്തെ സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ. പണ്ടത്തെ സിനിമകളിൽ ഈ ആദിവാസികളെയും അതേപോലെ തന്നെ കാടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നവരെല്ലാം ഇതേപോലുള്ള വസ്ത്രങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നെല്ലാം എന്ത് ചെയ്തത്, രക്ഷ നേടിയിട്ടുള്ളത്. ഇവിടെ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ചപ്പുകൾ കൊടുത്തിട്ടുണ്ട്, മൃഗത്തോല് കൊടുത്തിട്ടുണ്ട്, ആദ്യത്തേത് മരവുരി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദിമ മനുഷ്യർ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചത്. പുല്ല്, ഇലകൾ, മരത്തോൽ, അതാണ് മരവുരി, മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാലഘട്ടങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. മൃഗങ്ങളുടെ തോൽ, രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കി. മൃഗങ്ങളുടെ തോലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. ആദിമ മനുഷ്യരുടെ വസ്ത്രനിർമ്മാണം ഇന്നത്തേക്ക് പോലെ ആയിരുന്നില്ല. എന്തായിരിക്കും കാരണം? ഇന്നത്തെ പോലെ ആക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാ? ആദിമ മനുഷ്യർക്ക് യന്ത്രങ്ങളൊന്നുമില്ല. ഇന്ന് യന്ത്രങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് തുണി നെയ്യാനും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഉണ്ടാക്കാനും ഇഷ്ടമുള്ള കളറിലൊക്കെ ആക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് ഏതിലേക്ക് എത്തുന്നത്, നെയ്ത്ത് വിദ്യയിലേക്ക് എത്തുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെയ്ത്ത് വിദ്യ അല്ലെ. എന്താ നെയ്യുക? നമുക്ക് ലഭിച്ച നാരുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കുക. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച്. പണ്ട് കാലത്ത് ആദിമ മനുഷ്യർക്ക് ഇഷ്ടത്തിനനുസരിച്ച് കിട്ടുമോ? ഇല്ല. ഇപ്പൊ ചുവപ്പ് കളർ വസ്ത്രം വേണമെന്ന് വെച്ചാൽ കിട്ടുമോ? മഞ്ഞ വേണമെന്ന് വെച്ചാൽ കിട്ടുമോ? ഇല്ല. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് നെയ്ത്ത് വിദ്യയിലേക്ക് വന്നപ്പോൾ ആവശ്യമുള്ള വസ്ത്രങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി, കിട്ടാൻ തുടങ്ങി. ഇവിടെ എന്താ പറയുന്നേ, നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി.
ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് തുണി ഉണ്ടാകുന്ന വിദ്യയാണ് നെയ്ത്ത്. അത് ഇമ്പോർട്ടന്റ് അല്ലേ? അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. നാരുകൾ കൂട്ടിച്ചേർത്ത് വിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് എന്ത് പറയുന്നത്? നെയ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സംസ്കാരം ഇങ്ങനെ വളർന്നു വരുന്ന ഈ സംസ്കാരം എന്താണ്? ഏത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത്? സിന്ധു നദീതടത്തിലെ വസ്ത്രം അല്ലെങ്കിൽ അന്നത്തെ ആദിമ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആദിമ മനുഷ്യരുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനതയുടെ പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതി പ്രതിപാദിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പരുത്തി ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായും കരുതുന്നു. അപ്പോൾ ഈ വസ്ത്രത്തിന്റെ സംസ്കാരം ഏത് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സിന്ധു നദീതട സംസ്കാരം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ പ്രധാന വസ്തു എന്താണ്? പരുത്തിയാണ്. പരുത്തി ഉപയോഗിച്ചിട്ടാണ് കൂടുതലായിട്ട് എന്ത് സംഭവിച്ചത്? ആ കാലഘട്ടത്തിലെ വസ്ത്രങ്ങൾ ഉണ്ടായത്. ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ തന്ന നോട്ടുകൾ ആദ്യമേ ഗ്രൂപ്പിലിട്ട പഠിക്കേണ്ട നോട്ടുകൾ കൂടി എന്ത് ചെയ്യണം? പഠിക്കണം. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു അല്ലെ. പിന്നെ എന്ത് സംഭവിച്ചു? പുതിയ പുതിയ ഉപകരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റി? കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റി. ഇതോ മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂല് കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തെ ഇടയാക്കി. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. അപ്പോ ആദിമ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മനുഷ്യർ പോലെയല്ല പിന്നീട് നെയ്ത്തൊക്കെ വന്നപ്പോഴേ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ച് നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് വഴിതെളിച്ചു. ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു. നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ. നമുക്കറിയാം അല്ലെ, കൈത്തറി തുണികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കണ്ണൂരും തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തും തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളിയെല്ലാം നിങ്ങൾ കേട്ടിട്ടില്ലേ? കുത്താമ്പുള്ളിയിലെല്ലാം എന്തുണ്ട്? ഈ പറയുന്ന കൈത്തറി തുണികൾ കുറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. അതിന്റെ ഉപകരണങ്ങൾ നിങ്ങൾ നോക്കിയേ. ആദ്യകാലത്ത് നൂൽപ്പ് യന്ത്രമാണിത്. ഇപ്പത്തെ നമ്മൾ ഉപയോഗിക്കുന്ന കൈത്തറി എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ്. കുത്താമ്പുള്ളിയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വീടുകളുടെ സൈഡിൽ ഇതുപോലെ വസ്ത്രങ്ങൾ നെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. പരുത്തിയെ നോക്കി. ലോകവ്യാപകമായ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. പരുത്തിച്ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലുകളായാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ എന്തുണ്ട്? ആവശ്യത്തിനുള്ള പരുത്തി ലഭിച്ചിട്ടുണ്ട്. അപ്പൊ പരുത്തിച്ചെടിയിൽ നിന്ന് പരുത്തി എടുക്കുന്നു, അതിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നു, അതിനെ നൂലുകളാക്കി മാറ്റുന്നു. അതേപോലെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുവാണ് ചണം. അപ്പൊ ഒന്ന് നമ്മൾ പഠിച്ചു പരുത്തി, എന്താണ്? ചണം. ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളാണ്. നമ്മളത് മറന്നു പോകരുത്. ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന വസ്തുക്കളാണ്. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. ലോകത്തെ ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിൽ തന്നെയാ. കണ്ട, ഫലഭൂയിഷ്ടമായ ഗംഗാതീരത്താണ്. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളം ചണം കൊണ്ടുപോയി. അപ്പൊ ഇന്ത്യയിൽ നിന്നാണ് ആൾക്കാർ എന്ത് ചെയ്തത്? ചണം മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയത്. കാരണം ഇന്ത്യയിൽ പരുത്തിയുണ്ട്, ചണമുണ്ട്. ഒരാളെയും കൂടി നമുക്ക് നോക്കാലോ. നീലം ചെടി, ഇൻഡിഗോ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പേര്. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ, അപ്പൊ പരീക്ഷയ്ക്ക് എന്തിനാ നീലം ഉപയോഗിക്കുന്നേ? നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടായ ചായം ഉപയോഗിച്ചു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്ത നിറങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ നീലം ചെടീനെ പഠിക്കണം, ചണത്തെ പഠിക്കണം, പരുത്തിയെ നമ്മൾ എന്ത് ചെയ്യണം? വായിച്ച് നോക്കണം. ഇങ്ങനെയാണ് പുതിയ പുതിയ കൈത്തറി വസ്ത്രങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നമുക്കറിയാം അല്ലേ, നമ്മളെ വീട്ടിലൊക്കെ ഉള്ളതാണ്, നിങ്ങൾ കാണാത്തൊന്നുമല്ല. ഒരുപാട് കൈത്തറി വസ്ത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനിയുള്ള പ്രധാനപ്പെട്ട സാധനമാണ് സ്പിന്നിങ് ജെന്നി. എന്താണ് സ്പിന്നിങ് ജെന്നി? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായത്തെ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂലുൽപാദനം കൂട്ടി. നമ്മളിങ്ങനെ ഓരോ പരുത്തി ചെടിയിൽ നിന്നും ചണച്ചെടിയിൽ നിന്നും ഇങ്ങനെ വേർതിരിച്ച് നൂലുകളാക്കുന്നത് ഒരുപാട് സമയം എടുക്കും. അപ്പൊ എന്താ പറഞ്ഞേ? ജെയിംസ് ഹാർഗ്രീവ്സ് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട,
ഞാനൊരു മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് സ്പിന്നിങ് ജെന്നി. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കൈത്തറി വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്പിന്നിങ് ജെന്നി എന്ത് ചെയ്ത് കണ്ടുപിടിച്ചത്. ആ സ്പിന്നിങ് ജെന്നിക്ക് ശേഷം വന്നതാണ് എന്ത്? യന്ത്രത്തറി അല്ലെങ്കിൽ പവർ ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് സ്പിന്നിങ് ജെന്നിയാ വരുന്നത്. ആ സ്പിന്നിങ് ജെന്നിക്ക് ശേഷമാണ് യന്ത്രം കണ്ടുപിടിക്കുന്നത്. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ സ്രോതസ്സിന്റെയോ സഹായത്താലാണ് കൈത്തറി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ യന്ത്രത്തറി പ്രവർത്തിക്കുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് എന്ത് ചെയ്യും? കഴിയും. ഇത് മെഷീനല്ലേ? മെഷീൻ വേഗം ഉണ്ടാക്കും. നേരത്തെ സ്പിന്നിങ് ജെന്നി എന്താണ്? നമ്മൾ തന്നെ ഉപയോഗിക്കണം, നമ്മൾ തന്നെ കറക്കണം, എന്നിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ സ്പിന്നിങ് ജെന്നിക്ക് ശേഷമാണ് യന്ത്രത്തറി ഉണ്ടായത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇപ്പൊ നോക്കിയേ, ഈ രീതിയിലുള്ള ഫാക്ടറികളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അല്ലെ. യന്ത്രവൽകൃത വ്യവസായമാണ്. അപ്പൊ വസ്ത്രങ്ങൾ വേഗം നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച്, നമ്മുടെ നിറത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. യൂറോപ്യർ എന്താ പറയുന്നേ? ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്ന് യൂറോപ്പാണ്. ഈ വൻകരയിലുള്ള ജനതയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയവരാണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിവർ. ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടുത്തെ അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ്. നമ്മൾ 4ാം ക്ലാസ്സിന്റെ പരിസര പഠനത്തിൽ പഠിക്കുന്നില്ല ഇത്. ഒരുപാട് വിദേശ ശക്തികൾ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യയിലെ സാധനങ്ങളെല്ലാം അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയി. ഓക്കെ ആണല്ലോ. ഇതൊക്കെ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാ അല്ലെ. വ്യത്യസ്ത കളർ ഉണ്ട്. നോക്കിയാട്ടെ, എത്ര കളറുകളുള്ള വസ്ത്രങ്ങൾ കിട്ടുന്ന. ഒരുപാട് കളറുകൾ, ഒരുപാട് രീതികളിൽ, ഓട്ടയുള്ളത്, ഓട്ടയില്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്, കോട്ടൺ, പോളിസ്റ്റർ അല്ലെ, രണ്ടിന്റെയും മിക്സ്, ഒരുപാട് വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഇന്ന് കാര്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, ഈ യന്ത്രങ്ങൾ വന്നപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ഈ കൈത്തറിയിൽ ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ നോക്കിയാട്ടെ, യന്ത്രങ്ങളുടെ ഉപയോഗങ്ങൾ വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ മാറ്റങ്ങളാ കൊണ്ടുവന്നത്? വസ്ത്ര ഉൽപാദനത്തിന്റെ വർധനവുണ്ടായി. വേഗം വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. മനുഷ്യരുടെ അധ്വാനം കുറവ് അല്ലെ. സ്പിന്നിങ് ജെന്നി ഉപയോഗിച്ച് കുറെ കറക്കുന്ന പോലെ വേണ്ട, വേഗം ഉണ്ടാക്കാൻ പറ്റും. വസ്ത്രങ്ങളിലെ വൈവിധ്യം കൊണ്ടുവന്നു. വ്യത്യസ്ത കളറുകളിലും വ്യത്യസ്ത നിറങ്ങളിലും കൊണ്ടുവരാൻ പറ്റി. പിന്നെയോ ഗുണമേന്മ കൂടി. വസ്ത്രങ്ങളുടെ വ്യാപനം ഉണ്ടായി. ഒരുപാട് ആൾക്കാർക്ക് കിട്ടാൻ തുടങ്ങി അല്ലേ. ഉൽപാദന ചെലവെല്ലാം കുറഞ്ഞില്ലേ? ഞാൻ നോട്ട് തന്നിട്ടുണ്ട്. ഉൽപാദന ചെലവ് കുറഞ്ഞു. കാരണം മറ്റേത് നമ്മൾ ഒരുപാട് സമയം എടുത്ത് ചെയ്യണം, ഇത് വേഗം ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഉൽപാദന ക്ഷമത കൂടുകയും ചെയ്തല്ലേ. അതാണ് ആദ്യം പറഞ്ഞത്. ഉൽപാദനത്തിൽ ഒരുപാട് എന്തുണ്ടായി? വർധനവുണ്ടായി. ഈ യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. യന്ത്രങ്ങൾ ഉണ്ടാകുമ്പോഴേ വേഗത്തിൽ കാര്യങ്ങൾ സംഭവിക്കാൻ പറ്റും. വേഗത്തിൽ തുണികൾ ഉണ്ടാക്കാം, വ്യത്യസ്ത തുണികൾ ഉണ്ടാക്കാം, വ്യത്യസ്ത നിറങ്ങളിൽ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റി. അതിൽ ഉപയോഗിക്കുന്ന നാരുകൾ ഇവിടെ കൊടുത്തു നോക്കി. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ തവണത്തെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. പ്രകൃതിദത്ത നാരുകൾ എന്താണ്? കൃത്രിമ നാരുകൾ എന്താണ്? ഇത് പഠിക്കണേ. ഉദാഹരണം നോക്കിയേ. ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും പട്ടുനൂൽപ്പുഴുവിൽ നിന്ന് പട്ടിന് നാരും എടുക്കുന്നു. ഉദാഹരണം പരുത്തി, ചണം അല്ലേ. അതൊക്കെ കിട്ടുന്നത് എന്താണ്? പ്രകൃതിദത്ത നാരുകളാണ്. അതായത് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്നു. എന്താ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന നാരുകൾ? അതാണ് കൃത്രിമ നാരുകൾ. നിങ്ങൾ നോക്കിയേ, പോളിസ്റ്റർ നേരത്തെ പറഞ്ഞാണ്, നൈലോൺ, റയോൺ എന്നിവയെല്ലാം എന്താണ്? പോളിസ്റ്റർ നാരുകളാണ്. പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പൊതുവെ ചെലവ് കുറവാണ്, പെട്ടെന്ന് ചുളി ഉണ്ടാവില്ല എന്ന ഗുണമേന്മയും ആർക്കുണ്ട്? കൃത്രിമ നാരുകൾക്കുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രകൃതിദത്ത നാരുകൾ എന്താണ്, കൃത്രിമ നാരുകൾ എന്താണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? പഠിക്കണം. ഇവിടെ അതിന് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രകൃതിജന്യ നാരുകൾ ഏതൊക്കെ ജീവികളിൽ നിന്നും കണ്ടെത്തുന്നു? കമ്പിളിപ്പുഴു. കമ്പിളിപ്പുഴു എന്താ കിട്ടുക? അല്ലെങ്കിൽ കമ്പിളി ഏതിൻ്റെ അകത്താണ് ഉണ്ടാക്കുക? ചെമ്മരിയാടിൽ നിന്നാണ് ഉണ്ടാക്കുക. പട്ടുനൂൽപ്പുഴു. പരുത്തി അതിൻ്റെ അകത്ത് എന്താ കിട്ടുക? പരുത്തിച്ചെടി. പരുത്തിച്ചെടിയിൽ നിന്നാണ് പരുത്തി കിട്ടുക. ചണ എവിടുന്നാ കിട്ടുക? ചണച്ചെടി. ഇവിടെ എഴുതി തന്നിട്ടുണ്ട് അല്ലെ, നോട്ട് തന്നിട്ടുണ്ട്.
ചണച്ചെടിയിൽ നിന്നാണ് ചണം കിട്ടുക, പരുത്തിച്ചെടിയിൽ നിന്ന് പരുത്തി കിട്ടും, പട്ടുനൂൽപ്പുഴുവിൽ നിന്ന് പട്ട് കിട്ടും. കമ്പിളി എവിടുന്നാ കിട്ടുക? ചെമ്മരിയാടിൽ നിന്നാണ് കമ്പിളി നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ, അപ്പൊ അത് മറന്നു പോകരുതേ. നിങ്ങളുടെ പ്രദേശത്ത് തുന്നൽക്കട സന്ദർശിച്ച് പാഴ്കഷ്ണങ്ങൾ ശേഖരിക്കൂ. പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉണ്ടാക്കിയ തുണികൾ നമുക്ക് നോക്കാം. ഓക്കെ, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വരുമ്പം ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. നമുക്ക് ഈ പാഠം ഒന്നുകൂടി എടുക്കാം, ക്ലാസ്സിൽ ഒന്നും കൂടി വീണ്ടും പഠിക്കാം. വസ്ത്രങ്ങളിലെ വൈവിധ്യങ്ങളാണ് ഇവിടെ ഒരുപാട് കാണുന്നത് അല്ലേ. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇവിടെ തണുപ്പാണ് അല്ലെ, സാഹചര്യത്തിനനുസരിച്ച് മാറണം. ഇവിടെയോ ജോലിക്കനുസരിച്ച്. ഇതൊക്കെ ജോലിയല്ലേ. വക്കീലിന് ഈ വസ്ത്രം ഇടാൻ പറ്റൂ, കാരണം വക്കീൽ ജോലിയാ ചെയ്യുന്നത്. പോലീസിന് ഈ വസ്ത്രം ഇടാൻ പറ്റൂ, പോലീസ് ജോലിയാ ചെയ്യുന്നത്. ആശുപത്രിയിൽ നിങ്ങൾ നോക്കി, ഈ വസ്ത്രം നമുക്ക് ഇടാൻ പറ്റൂ അല്ലേ, തോന്നിയ പോലെ പോകാൻ പറ്റില്ല. ഇവിടെയോ യൂണിഫോമുകൾ, ഇതൊക്കെ യൂണിഫോമുകളാണല്ലേ. ഡോക്ടർക്ക് ഒരു യൂണിഫോം ഉണ്ട് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കിയേ, ഇതാ കാലാവസ്ഥക്ക് അനുസരിച്ച് ആ കുട്ടി ഇട്ടില്ലേ, രോഗപ്രതിരോധത്തെ നേഴ്സ് ഇട്ട കുപ്പായം കണ്ടില്ലേ. അധികാരവും പദവിയുള്ളവർക്കാണ് യൂണിഫോമുകൾ ഉണ്ടാകുക. തൊഴിൽ ചെയ്യുന്നവർ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ എന്താക്കും? ഇവിടും. വിവിധ സാഹചര്യങ്ങളിലെ വസ്ത്രങ്ങളെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങള് ആൽബം നമുക്ക് പിന്നീട് തയ്യാറാക്കാം. ഇത് ഏതൊക്കെ കലാരൂപങ്ങളാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതൊക്കെ കലാരൂപങ്ങളാണ്. ഇത് കഥകളിയാണ്, ഇത് തെയ്യാണ്, ഇത് മോഹിനിയാട്ടാണ്, ഇത് കേരള നടനാണ്. ഇതെല്ലാവർക്കും ഒപ്പന അറിയാം അല്ലെ, കൈമുട്ടുന്നത്. ഇതാണ് ചവിട്ട് നാടകം. ചവിട്ട് നാടകം നിങ്ങൾ അത്ര കേട്ടിട്ടുണ്ടാവില്ല. ചവിട്ട് നാടകം ഒരു കലാരൂപമാണ്. ചവിട്ട് നാടകം എന്ന് പറഞ്ഞ ഒരു കലാരൂപമാണ്. അതിന്റെ പട്ടികകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഭാഗങ്ങൾ നോക്കിയാൽ മതി. പ്രധാനമായിട്ട് ഇതിന്റെ വിവേചനങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട്. അത് പണ്ട് കാലത്ത് നടന്ന കാര്യങ്ങളെ പറ്റി സൂചിപ്പിക്കുന്ന ഭാഗമാണ്. ഇതുവരെ എടുത്താണ് വളരെ പ്രധാനപ്പെട്ടത്. പണ്ട് കാലത്ത് എല്ലാവർക്കും വസ്ത്രം ധരിക്കാനുള്ള അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീടാണ് എന്ത് ചെയ്തത്? എല്ലാവർക്കും വസ്ത്രം ധരിക്കാനുള്ള അവകാശം കിട്ടിയത്. തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണത്. നമ്മൾ നേരത്തെ കണ്ടത് അല്ലേ. ആ വിളംബരത്തോടു കൂടിയാണ് എല്ലാവർക്കും വസ്ത്രങ്ങൾ ധരിക്കാൻ സാധിച്ചത്. പക്ഷെ അതിനുവേണ്ടി ഒരുപാട് സമരങ്ങൾ ചെയ്യേണ്ടി വന്നു. ആ സമരങ്ങളാണ് മേൽമുണ്ട് സമരം. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവർ പറയുന്ന സ്ത്രീകൾക്ക് മാത്രമേ വസ്ത്രം ധരിക്കാൻ പറ്റൂ. ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ വസ്ത്രം ധരിച്ചൂടൂ. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനെതിരെ നടന്ന ശക്തമായ സമരമാണ് മേൽമുണ്ട് സമരം. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ ഭാഗം വരെ ഇത്ര വേണ്ട. നേരത്തെ ഞാൻ പറഞ്ഞ ഭാഗങ്ങളുണ്ടല്ലോ, ആ ഭാഗങ്ങളൊന്ന് അതുവരെയുള്ള നമ്മുടെ കലാരൂപങ്ങൾ വരെയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് പഠിച്ചിട്ട് വന്നാൽ മതി. ഇനി നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ജസ്റ്റ് ഒന്ന് കാണാം. ക്വസ്റ്റ്യൻ പേപ്പറും കൂടി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാനുണ്ട്? ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ നോക്കി കണ്ടോ. 2025-26 കഴിഞ്ഞ പോലത്തെ ചോദ്യ പേപ്പറാണ്. എന്തൊക്കെയാ ചോദിച്ചേ? വിക്കിന്റെ അപ്പുവിനൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. വിക്കി അപ്പു എന്തൊക്കെയാ പറയണേ, അപ്പു എന്തൊക്കെയാ പറയണേ നമുക്ക് നോക്കാം. എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ സംശയം എന്തെന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈ ഇല്ലാത്ത എങ്ങനെ നിൽക്കുക എന്നാണ് വിക്കി പറയുന്നത്. അപ്പുവിന് ഇവിടെയാ ഇഷ്ടപ്പെട്ടത്. അപ്പൊ ചോദ്യം എന്താ? ഗ്രാമജീവിതം ഇഷ്ടപ്പെടുന്നവരെയും നഗരജീവിതം ഇഷ്ടപ്പെടുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. ഗ്രാമജീവിതത്തിൽ നഗരജീവിതത്തിന്റെയും സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു താരതമ്യ കുറിപ്പ് തയ്യാറാക്കുക. വളരെ ഇമ്പോർട്ടന്റ് അല്ലേ. അത് എഴുതി തന്നിട്ടുണ്ട്. നഗരജീവിതവും ഗ്രാമജീവിതവും എന്താണ്? പീലിയുടെ ഗ്രാമത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? ഏതാ പെടാത്ത? വിവിധ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന വാഹന സൗകര്യം ഉണ്ടോ? ഇല്ല അല്ലെ. ഒരുപാട് നടന്നിട്ടൊക്കെ വേണം പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകാൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയച്ചു തരാം. മീനുവിനെ പോലെ ശാരീരിക പരിമിതികൾ നേരിടുന്ന കുട്ടികളെ നമുക്കും പരിചിതമാണല്ലോ. ജീവിതത്തിലെ സന്തോഷാനുഭവങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. കുടുംബത്തിലും സ്കൂൾ സമൂഹത്തിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സന്തോഷങ്ങൾ പങ്കുവെച്ച് കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സന്തോഷങ്ങൾ, എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങൾക്കുള്ളത്? വീടുകളിൽ എന്തൊക്കെ സന്തോഷമുണ്ട്, സ്കൂളിൽ എന്തൊക്കെ സന്തോഷമുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറിപ്പിൽ എഴുതാം. പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് കുട്ടികൾക്ക് ലഭിച്ച സന്തോഷാനുഭവങ്ങളിൽ പെടാത്തത് ഏതാ? പെടാത്തത് ഇതാ ഇന്റർനെറ്റും വൈഫൈയും. ഇന്റർനെറ്റും വൈഫൈയും കിട്ടുക പീലിയുടെ ഗ്രാമത്തില്? ഇല്ല. തീ ഉപയോഗിച്ച് ആ മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആദിമ മനുഷ്യന്റെ കാലഘട്ടത്തിലുള്ള മാറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചുടുന്നും തിന്നുന്നും എല്ലാം ഉണ്ട്. പിന്നെയോ കൃഷിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. തീയുടെ ഉപയോഗം ആദിമ മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ അല്ലെ.
എല്ലാം ചുട്ട് തിന്നാൻ തുടങ്ങി, കൂടുതൽ വേവിച്ച ആഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങി, അതേപോലെ വേട്ടയ്ക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ തീ വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറിപ്പാണ് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞത്, എഴുതാൻ വേണ്ടി പറഞ്ഞത്. നോട്ടിൽ എഴുതാ. ആദിമ മനുഷ്യർ കൃഷിയിടങ്ങളിൽ നിന്ന് സമീപത്തായാണ് സ്ഥിരവാസം ആരംഭിച്ചത് അല്ലെ. കൃഷി ഇവിടെയുള്ളെങ്കിൽ അവർ അതിന്റെ പരിസരത്ത് തന്നെയാണ് വീടുകൾ വെച്ച് താമസിക്കുക. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ മാറിയതിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാ? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു, ശരിയാണ്. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നു, ഇല്ല തെറ്റാണ് അല്ലെ. അലഞ്ഞു തിരിയേണ്ടി വന്നില്ല, കാരണം അവിടെ തന്നെ എന്ത് കിട്ടി, ഭക്ഷണം കിട്ടി. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു, ശരിയാണ്. കൂടുതൽ വിശ്രമം കിട്ടി, അത് ശരിയാണ്. അപ്പൊ ഏതാ തെറ്റ്? ബി ആണ് തെറ്റല്ലേ. ബി തെറ്റാണ്. കാരണം അലഞ്ഞു തിരിയേണ്ടി ഒന്നും വന്നില്ല, അവിടെ തന്നെ ഭക്ഷണം കിട്ടി. ഇനി ദാരിദ്ര്യത്തെ പറ്റിയിട്ടാണ്. ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളും പരിഹാരങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെല്ലാം പട്ടിണി ഒഴിവാക്കാൻ പറ്റും നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയെല്ലാം പറ്റുക എന്നുള്ളത് അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിന്റെ കുറിപ്പ് എഴുതുക. പിന്നെ ഇതാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ലോക ഭക്ഷ്യ ദിനം എപ്പോഴായിരുന്നു? ആലോചിച്ച് നോക്കുക, അതിന്റെ ഉത്തരം എഴുതുക. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ IT സംരംഭകനായ മലയാളിയാണ് ആദിത്യൻ രാജേഷ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതുമായിട്ട് ബന്ധപ്പെട്ട? സ്വയം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലെ. സ്വയം തൊഴിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമ്മൾ സ്വയം തൊഴിലിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അയാളെ കണ്ടാൽ, ഒരു സ്വയം തൊഴിൽ നടത്തുന്ന ഒരാളെ കണ്ടാൽ നിങ്ങൾ എന്തൊക്കെ ചോദിക്കാൻ പറ്റും? നമുക്ക് എന്തൊക്കെയാ ചോദിക്കാൻ പറ്റുക? എങ്ങനെയാണ് ആരംഭിച്ചതെന്ന് ചോദിക്കുക അല്ലെ. ആരംഭിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ആരൊക്കെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു? സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് പൈസയൊക്കെ ലഭിച്ചത്? ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പൊ അതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. സ്വയം തൊഴിലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? അതിൽ പെടാത്തതാണ്, ഉൾപ്പെടാത്തത് കണ്ടെത്താനാ പറഞ്ഞത്. വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് അവരുടെ സംരംഭത്തും കൈകാര്യം ചെയ്യാം, ശരിയാണ്. സ്വയം തൊഴിൽ സംരംഭത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകൻ മാത്രമായിരിക്കും, അതും ശരിയാണ് അല്ലെ. വേറെ ആയിരിക്കും പൈസ കൊടുക്കണ്ട. സ്വയം തൊഴിൽ സംരംഭത്തിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് തൊഴിലാളിയുടെയും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതില്ല. അത് തെറ്റല്ലേ. തൊഴിലാളിയുടെ ഉത്തരവാദിത്തം ചെയ്യണം, കാരണം അയാൾ തന്നെയാണ് അതിന്റെ തൊഴിലാളിയായിട്ട് മാറുന്നത്. അപ്പൊ സി എന്താണ്? തെറ്റാണ്. സ്വയം തൊഴിൽ സംരംഭത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ് ആ സംരംഭത്തിന്റെ ഉടമസ്ഥൻ, അത് ശരിയല്ലേ. അയാൾ തന്നെയാണ് ഉടമ. ഇതാ വസ്ത്രത്തിന്റെ നമ്മളിപ്പം പറഞ്ഞ ഭാഗങ്ങൾ. ഇതാ ചോദ്യം വന്നിട്ട് ആ വളർച്ചാ കാലഘട്ടങ്ങൾ ആദ്യം എന്താ സംഭവിച്ചത്? പ്രകൃതിയിലെ വസ്തുക്കളിൽ നിന്ന് വസ്ത്രം രൂപപ്പെടുത്തി അല്ലേ. പിന്നെയോ വിവിധ നാരുകൾ ചേർത്ത് നൂലുകൾ ഉണ്ടാക്കി. പിന്നെയോ നെയ്ത്ത് ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. പിന്നെയോ അതേപോലെ യന്ത്രങ്ങളും കണ്ടുപിടിച്ചു. അതാണ് അതിന്റെ മാറ്റം എന്ന് പറയുന്നത് അല്ലെ, ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാ ചോദ്യം. വസ്ത്രനിർമ്മാണ ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. വസ്ത്രത്തിന് ഉപയോഗിച്ച പ്രകൃതിദത്ത നാരാണ് റയോൺ, ശരിയാണോ? റയോൺ എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്ത നാരാണോ? അല്ല, അപ്പൊ ഒന്ന് തെറ്റാ. കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി ഇന്ത്യക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടോ? അവരിങ്ങോട്ടില്ലേ വന്നേ? യൂറോപ്യന്മാരൊക്കെ ഇന്ത്യയിലേക്കല്ലേ വന്നേ? വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗപ്പെടുത്തി, അത് ശരിയാണ്. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു, അതും ശരിയാണ്. അപ്പൊ പെടാത്തത് ഏതാ? ശരിയായത് ഏതൊക്കെയാ? 3ഉം 4ഉം എന്താണ്? ശരിയാണ്. ഓക്കെ. വസ്ത്രനിർമ്മാണത്തെ കുറിച്ച് കൂടുതൽ ശരിയായ കാര്യങ്ങൾ നമ്മളിപ്പോ പഠിച്ചു വന്നു. അതിൽ നാരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് എന്താക്കി മാറ്റാനാ പറയുന്നത് നോക്കിയാട്ടെ. പോളിസ്റ്റർ, നൈലോൺ, പട്ടുനൂൽ, കമ്പിളി, ചണം, റയോൺ, പരുത്തി, മൊഡാൽ. ഇത് പ്രകൃതിദത്ത നാരുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കണം. കൃത്രിമ നാര് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. പോളിസ്റ്റർ ഏതാ? കൃത്രിമാണ്. നൈലോൺ കൃത്രിമാണ്. പിന്നെ റയോൺ കൃത്രിമാണ്. മൊഡാൽ കൃത്രിമാണ്. പക്ഷെ പട്ടുനൂൽ പുഴു ഏതാ? പ്രകൃതി അല്ലേ. കമ്പിളി ഏതാ? ചെമ്മരിയാടുന്നല്ലേ. ചണം ഏതാ? ചണച്ചെടി എന്നല്ലേ. പരുത്തി ഏതാ? പരുത്തിച്ചെടി എന്നല്ലേ. അതൊക്കെ എന്താണ്? പ്രകൃതിദത്ത നാരുകളാണ്. അതൊക്കെ ഇതേപോലെ എന്ത് ചെയ്യാം? പട്ടികപ്പെടുത്തിയിട്ട് പഠിക്കണം. യന്ത്രങ്ങളുടെ ഉൽപാദനം എന്താണ്? ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ഉൽപാദനം വർദ്ധിച്ചു. അധ്വാനം കൂടിയോ? ഇല്ല, തെറ്റാണ്. അധ്വാനം കുറയാണ് ചെയ്തത്. പ്രകൃതിദത്ത ചായങ്ങൾ ഉപയോഗിച്ചു. പ്രകൃതിദത്ത ചായങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള വസ്ത്രനിർമ്മാണമാണോ? അല്ല, പ്രകൃതിദത്ത ചായങ്ങൾ മാത്രമല്ല, കൃത്രിമ ചായങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. ഗുണമേന്മയുള്ള വസ്ത്രങ്ങളും ഉൽപ്പാദിപ്പിച്ചു. 1ഉം 4ഉം 1ഉം എന്താണ്? ശരിയാണ്. 1ഉം 4ഉം എന്താണ്? ശരിയാണ്. ഇതാ 1ഉം 4ഉം ശരിയാണ്. കാർട്ടൂൺ നോക്കി. എനിക്ക് കൃഷിപ്പണിയാണ് മാത്രമല്ല വരുമാനം ലഭിക്കുന്ന ഒരു കെട്ടിടവും എനിക്കുണ്ട്.
ഞാനൊരു ബാങ്ക് സെക്യൂരിറ്റി ഓഫീസർ ആണ്, എനിക്ക് 50 സെന്റ് പുരയിടത്തിൽ കൃഷിയുമുണ്ട്. അപ്പൊ രണ്ടാൾക്ക് 2 വരുമാന സ്രോതസ് ഉണ്ട് അല്ലേ. നോക്കിയാട്ടെ, കൃഷിപ്പണിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഏതാ? കൃഷിപ്പണി എന്താ കിട്ടുക? വിളയാണ് കിട്ടുക അല്ലെ. കെട്ടിടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം വാടക. സെക്യൂരിറ്റി ജോലിക്ക് കിട്ടുന്ന വരുമാനം എന്താണ്? ശമ്പളം അല്ലെങ്കിൽ കൂലി എന്ന് വേണേ പറയാം അല്ലെ. പിന്നെയോ കൃഷിയിൽ നിന്ന് കിട്ടുന്നതോ? വിള. ഓ, ഇവിടെ കൃഷിക്കാണ് കേട്ടോ വിള. കൃഷിപ്പണിയിൽ നിന്ന് കിട്ടുന്നത് ഏതാ? കൂലിയാണേ, മാറിപ്പോകരുത്. കൃഷിപ്പണിയിൽ നിന്ന് കിട്ടുന്ന കൂലിയാണ്, കൃഷിക്ക് കിട്ടുന്നതാണ് വിള. അപ്പൊ സെക്യൂരിറ്റി ജീവനക്കാരന് ഏതാ കിട്ടുക? ശമ്പളം. ശമ്പളം തന്നെയാണ് കിട്ടുക. ഓക്കെ ആണല്ലോ. പലിശ ആർക്കേനും കിട്ടുക? പലിശ ബാങ്കിന് കിട്ടുന്ന അല്ലെ, ആസ്തികൾക്ക് കിട്ടുന്നതാണ് പലിശ. നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് വരാൻ ചാൻസ്. അപ്പൊ ഇത് പഠിക്കണം. ആസ്തികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, തൊഴിലുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കെട്ടിടങ്ങൾ എന്താണ്? ആസ്തികളാണ്. കൃഷി എന്താണ്? തൊഴിലാണ്. ബാങ്ക് നിക്ഷേപം ആസ്തിയാണ്. കച്ചവടം തൊഴിലാണ്. വസ്തുവകകൾ എന്താണ്? ആസ്തികളാണ്. അധ്യാപനം തൊഴിലാണ്. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക. അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.